സോറി ഗിരിയേട്ട, ഞാൻ അറിയാതെ ഗിരിയേട്ടന് ഒരുപാട് വഴക്ക് പറഞ്ഞുപോയി. സത്യം മാം പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഗിരിയേട്ടനെ അവര് പറ്റിച്ചതാണല്ലേ. എന്താ പാർവതി, എന്താ പ്രശ്നം? സിദ്ധുവിന്റെ ആ ഫ്രണ്ട്സ് അല്ലേ, റോഷനും കൂടെ വന്നവരും. അവര് വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? അവരാണ് ജ്യൂസിൽ മദ്യം ചേർത്ത് ഗിരിയേട്ടനെ കുടിപ്പിച്ചത്. മാം അത് കണ്ടിരുന്നു. പക്ഷെ ആ നേരത്ത് മാമിനൊന്നും ചെയ്യാനോ നമ്മളോടത് പറയാനോ സാധിച്ചില്ല. അവരെ ഇന്ന് ഞാൻ സിദ്ധു, വേണ്ട, ഒന്നും വേണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിന്റെ പിറകെ പോണ്ട. നമുക്ക് ഇറങ്ങാം. ഇറങ്ങാം. അല്ല, ഞാൻ കൊണ്ടുവിടണോ? വേണ്ട, എന്നാ നിങ്ങളൊരു ടാക്സി പിടിച്ചു പോക്കോളൂ. കുഴപ്പമില്ല, ഞാനും ഇറങ്ങാം. എന്തായാലും റോഷനോട് ഞാനത് ചോദിക്കാതിരിക്കില്ല. സിദ്ധു അവരുടെ വഴക്കിനൊന്നും പോകണ്ട. വെറുതെ അവന്മാരോട് സംസാരിച്ച് പ്രശ്നം രൂക്ഷാക്കണ്ട. പേടിച്ചിട്ടൊന്നുമല്ല, അതിനുള്ള സമയമല്ലിത്, അറിയാലോ. ഏതായാലും അവരോടുള്ള ഫ്രണ്ട്ഷിപ്പ് സിദ്ധു ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ശരി, എന്നാ നിങ്ങൾ ഇറങ്ങിക്കോ. സമയം അവരോട് വൈകി. ഞാനും ഇറങ്ങാം. ഇരട്ട. ഓക്കെ, ശരി. ഇറങ്ങാം. ഗിരിയേട്ട, ഗിരിയേട്ടന് ഓക്കെ ആണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓ, ഗിരിയേട്ട, ബൈക്ക് ഓടിച്ചു പോകാൻ പറ്റുമോ? എനിക്കൊരു കുഴപ്പമില്ലെന്ന്. പാറുവിനെ ഞാൻ വീട്ടിൽ കൊണ്ടെത്തിച്ചിരിക്കും.